അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് അവലും പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ കാക്കടി അല്ല കുക്കുംബർ ഇതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സാധനം വെച്ചിട്ട് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് വളരെ ആരോഗ്യപ്രദമായിട്ടുള്ളൊരു സംഭവം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അവല് കഴുകിയെടുക്കണം. ഒത്തിരി നേരം വെള്ളത്തിൽ ഇട്ടങ്ങ് കഴുകണ്ട. ഇതിന്റെ ഒരു ചെറിയ പൊടിയൊക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ മാറാനും ഇതൊന്ന് ഇച്ചിരി സോഫ്റ്റ് ആകാനൊക്കെ വേണ്ടിട്ടാണ്. ഒരരിപ്പയ്ക്കകത്തോട്ട് വാർന്നെടുത്താൽ മതി. അപ്പൊ അതിന്റെ പരിപാടി അവിടെ നടക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഈ കുക്കുംബർ ഇല്ലേ, ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിന്റെ തൊലി കളയാതെ തന്നെ നമുക്ക് നമ്മുടെ ഗ്രേറ്ററെ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് രണ്ടുമാണ് നമുക്ക് ഇതിനകത്തെ മെയിൻ പരിപാടികളെന്ന് പറയുന്നത്. അപ്പൊ ഇതും ഒന്ന് തോർന്ന് വരട്ടെ, ഇതൊന്ന് നമ്മൾ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി പണിയിലോട്ട് പോകാം. നമ്മളപ്പോൾ അവല് കഴുകി എല്ലാം ഊറ്റി റെഡിയാക്കിയിട്ടുണ്ട്. കൂടാതെ നമ്മളിപ്പുറത്ത് തന്നെ നമ്മുടെ കുക്കുംബർ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നേരം വെള്ളത്തിൽ ഇട്ട് വെക്കരുത്. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി വെച്ചാൽ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇത് ആദ്യം തന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുണ്ടല്ലോ, ഈ അവല് ചിലപ്പോൾ കുഴഞ്ഞു പോകും. അപ്പൊ ഇനി നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത കുക്കുംബർ കൂടെ ഇട്ട് കൊടുക്കണം. അപ്പൊ ഒത്തിരി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ആ മുഴുവൻ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സാധനം വെള്ളമാണ് അതിൻ്റെ അകത്ത്. ഇത് മുഴുവൻ നമ്മൾ ചേർക്കുന്നില്ല, പിഴിയുന്നില്ല, അല്ലാതെ തന്നെ അങ്ങ് ഇടുക. പക്ഷെ ആ വെള്ളം ഒറ്റ ഇതേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ മീഡിയം വലിപ്പത്തിൽ കുക്കുംബർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഇതുപോലെ കൈവച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് ആവാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാം. നമ്മളിത് നമ്മുടെ അവലും നമ്മുടെ കുക്കുംബറും കൂടെ മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ തൊട്ടടുത്ത് നമ്മുടെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. സ്വല്പം വലിയ ചീനച്ചട്ടി വേണം കേട്ടോ, കാര്യം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണ്ടേ. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് അത്യാവശ്യം ഒരു സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കും. ഒരുപാട് എണ്ണ വേണ്ട, ഒരു സ്വല്പം. അത് നമുക്ക് വെളിച്ചെണ്ണയോ കുക്കിംഗ് ഓയിലോ ഏത് വേണ്ട നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചേർക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിക്കാം. ഇത് നമ്മളുണ്ടല്ലോ, നമ്മുടെ ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന ഒരു സ്വല്പം ഒരു ഇഞ്ച് 1.5 ഇഞ്ച് നീളത്തിൽ സംഭവങ്ങൾ മതി. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക, നമ്മുടെ ധാന്യങ്ങൾ, അതായത് പരിപ്പ്, പിന്നെ കുറച്ച് ഉഴുന്നും, ഇത്ര സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയുന്ന ഒരു മീഡിയം ടൈപ്പിലെ ഒരു സവാളയും കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് നമുക്ക് പുറകെ കാണാം. അപ്പൊ നമ്മുടെ കടുക് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഈ ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്താണ്. ഈ കപ്പലിൻ്റെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കപ്പലിൻ്റെ ഒരുപാടങ്ങ് മൂത്ത് നമ്മുടെ എന്താ പറയുക കടകടാന്നാണെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് ബാക്കി സാധനം ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഉഴുന്ന്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ കടലപ്പരിപ്പ് കൊടുത്തു കൊടുക്കാം. കടലപ്പരിപ്പോ അല്ലെങ്കിൽ സൂര്യപ്പരിപ്പ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. കപ്പലിന്റെ മാത്രമായാലും കുഴപ്പമില്ല. അണ്ടിപ്പരിപ്പോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണം ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഈ എന്താ പറയുക ഉഴുന്നും പരിപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഏകദേശം മൂത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തുണ്ടല്ലോ നമ്മുടെ അത്യാവശ്യം നമ്മുടെ സവോള കൂടി ചേർത്ത് കൊടുക്കാം. കുഞ്ഞുകുഞ്ഞാന്ന് വെച്ചെടുക്കണം, ഒരുപാട് വലിപ്പം കൂട്ടുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മൂത്തിട്ട് വേണം നമുക്ക് ബാക്കി നമ്മുടെ കലാപരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കറിവേപ്പിലയും കൂടെ അതിൻ്റെ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ മാറി. നമുക്ക് എരിവിന് ആവശ്യമായിട്ട് നമ്മൾ വറ്റൽമുളകാണ് എടുക്കുന്നത്. വറ്റൽമുളക് അത്യാവശ്യം എരിവുള്ളത്. പച്ചമുളക് വേണമെങ്കിലും നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. വറ്റൽമുളക് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ അത്രേ ഉള്ളൂ. അത് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാകുന്ന രീതിയിൽ അങ്ങ് മൂപ്പിക്കുന്നതാണ് നമുക്ക് ഒരു മീഡിയം രീതിയിൽ. ഇത് ഏകദേശം ഈ ഒരു പരുവം മതി.
അപ്പൊ നമ്മള് ഉപ്പിട്ടപ്പം ഇതിന്റെ നമ്മുടെ തേങ്ങ എപ്പോഴും ഞാൻ തേങ്ങ കുക്കുംബറിന് മാത്രമാണ് ഉപ്പിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കൂട്ടിന് ആവശ്യമായിട്ട് ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാടാകരുത്, കാര്യം കൂടിപ്പോയി കഴിഞ്ഞാൽ പണി പാകും. നമ്മൾ ഈ അവലിന്റെ അത് ഉപ്പിടുമ്പോൾ ഇതിന്റെ കൂടെ ഉള്ള ഇട്ടാല് ഇനി ഇതിന്റെ സ്കിപ്പ് ചെയ്യും, ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കപ്പലിന്റെയും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്, അത്യാവശ്യം മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈ കഴുകി മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ഈ അവല കൊണ്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കണേ. കട്ട കെട്ടി എന്നിട്ട് ഇളക്കി കൂടെ കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ എല്ലാ ഭാഗത്തും എത്തിച്ചേരുക. അതാണ് നമ്മുടെ മെയിൻ. അത് നമ്മൾ ആദ്യം പറഞ്ഞില്ല, ഇച്ചിരി വലിയ ചീനച്ചട്ടി വേണം, ഇത് ഇളക്കാൻ സൗകര്യം വേണം. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് സ്വല്പം നമ്മുടെ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ആവി കയറണം. ഒരു 2 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. 2 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കയറി ഇറങ്ങണം. അപ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്, അടച്ചു വെച്ചിട്ട് വളരെ ഈസിയാണ്. അതെ, എന്നിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് കഴിയും കേട്ടോ. അപ്പൊ നമുക്കുണ്ടല്ലോ നമ്മൾ അടച്ചു വെച്ച സാധനം നമുക്കൊന്ന് തുറന്നു നോക്കാം. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കളർ കോമ്പിനേഷൻ ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുന്നത് കൃത്യമായ ഒരു മണവും തോന്നുന്നുണ്ട് സംഭവം. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് സംഭവം. അപ്പൊ ഇതല്ല, നമ്മൾ സ്വല്പം എണ്ണ മാത്രമേ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ആരോഗ്യപരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അവലൊക്കെ വെന്തോ ഇതാകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് പൂർണ്ണമായി ഹെൽത്തിയാന്ന് പറയാം. ഇതിപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഹെൽത്തിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാര്യം നമ്മൾ സ്വല്പം എണ്ണ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത്. പിന്നെ രാത്രിയിലേക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, ടിഫിനായിട്ടൊക്കെ കൊണ്ടുപോകാനും ഒക്കെ നല്ല അടിപൊളി സാധനം. പ്രത്യേകിച്ച് ഇതിന് കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യായ ടേസ്റ്റാണ് ഈ സാധനത്തിന്. അപ്പോൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ നിന്ന് എഴുതുക. പിന്നെന്ത് പറയാനുള്ള, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൺ ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ കൂടെ നമ്മുടെ ഉള്ളിയുടെ അച്ചാറും കൂടെ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സവാള അച്ചാറുണ്ട്, അത് ഇതിനോട് അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അതിന്റെ ഇത് നമ്മൾ മേളിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായതിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.